ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ട് ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ ഞാൻ കുറച്ച് വീഡിയോ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ തിളച്ചുകൊണ്ടിരിക്കണം എന്താ അറിയോ, ആട് കറിയാന്ന് കേട്ടോ. ഇങ്ങനത്തെ സ്പെഷ്യലുകളൊക്കെ ഇവിടെ ചട്ടി കുടുക്കിയിൽ ഇങ്ങനെ അടുപ്പിൽ വെക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഇല്ല ഗൈസ്, ഇങ്ങനെ ഈ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് കരിവേപ്പിൻ്റെ ഇട്ട് വെച്ചാലുണ്ടല്ലോ എത്ര ദിവസമാണെങ്കിലും അതൊട്ടും വാടാതെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ മുഴുവൻ ഇമ്മാൻ്റെതാണ് കേട്ടോ. ഇമ്മ നല്ല അടിപൊളി നെയ്ച്ചോറിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ വേഗം ഒന്ന് തുടക്കാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ പള്ളി തിരിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ പണികളൊക്കെ കഴിച്ച് ചെയ്യണമല്ലോ. അങ്ങനെ വേഗം ഞാൻ അടിച്ചു വാരി തുടച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം കിച്ചണിലെത്തി ഉമ്മാൻ്റെ ആട് കറി ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. ആട് കറി വെക്കണമെങ്കിൽ ഉമ്മാനെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ, വേറെ ആരും. ഇനിയുള്ള പണി എന്താ വെച്ചാൽ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാണ്ടായിരുന്നു കേട്ടോ. അതും പുറത്ത് അടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പൊരിച്ചെടുത്തിട്ടുള്ളത്. അടുപ്പിൽ നല്ല കണലുണ്ടായിരുന്നു, അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ വേഗം പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവർ വരുമ്പോഴത്തേനൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിയിടിക്കാമെന്ന് വെച്ചിട്ട് കയറിയാന്ന് കേട്ടോ. ഞാൻ പൊട്ടിയിടിക്കാനെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഇവളെന്തിനാ ഈ പെരേ നിൽക്കുക ഇത്ര തോനെ പൊട്ടിയിടിക്കണമെന്നല്ലേ. അതിന് മാത്രമൊന്നും ഇല്ലടോ. ചെറുതായിട്ടൊന്ന് കണ്ണെഴുതണം, ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ, അതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ എന്തിനാണ് ഇത്ര പൊട്ടിയെടുക്കാൻ. കണ്ടു കേസ് എങ്ങനെയുണ്ട് കമൻ്റ് ആക്കി. അങ്ങനെ അവർ പള്ളി തിരിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. വെള്ളിയാഴ്ചകളിൽ അധികം ഇവിടെ എങ്ങനെയാണ് കേട്ടോ ഗൈസ്, ഉപ്പ മരിച്ചതിന് ശേഷം ഇവിടുത്തെ എല്ലാ മക്കളും വെള്ളിയാഴ്ച ഫുഡ് കഴിക്കാൻ നമ്മളെ വീട്ടിലുണ്ടാവും കേട്ടോ, തറവാട്ടിലുണ്ടാവും. അങ്ങനെ ഗൈസ് ഇതാണ് കേട്ടോ എൻ്റെ നാത്തൂൻ്റെ പുയ്യാപ്പിള, അളിയനാണ് ഗൈസ്. അളിയന് ഭയങ്കര കുറവുണ്ട് കേട്ടോ, ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട്. അങ്ങനെ അവർക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് മക്കൾക്കുള്ള ഫുഡും കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് പറയണം മീൻ നല്ലപോലെ ഇരിക്കട്ടെ, എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കാണും എന്നൊക്കെ പറയണം കേട്ടോ എന്നോട്. പിന്നെ ഇവനുണ്ടല്ലോ, ഇവനെ ചിരിപ്പിക്കണമെങ്കിൽ വലിയ പാടാണ് ഗൈസ്, ഭയങ്കര വെയിറ്റ് ഇടലാണ് കേട്ടോ. അങ്ങനെ ലൈറ്റായിട്ടാണ് കേട്ടോ ഒരു മൂത്തച്ഛനെത്തിയിട്ടുള്ളത്. അങ്ങനെ ഐഷുമാക്ക് ഇവനെ ഉമ്മ വെക്കണം, ഇവനാണെങ്കിൽ ഐഷുമാനെ പറ്റുന്നില്ല കേട്ടോ. ഈ മക്കൾ ഈ ബെഡ് കയറിയാലേ ഉണ്ടല്ലോ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും കേട്ടോ. അവർക്കതൊരു കളിയാണ്. അവരോട് അങ്ങനെ കയറി ചാടല്ലേ മക്കളെ എന്ന് പറഞ്ഞ് ഞാൻ കൊയങ്ങിയിട്ടുണ്ട് ഗൈസ്. ആരോണ്ട് പറയണേ, അവരുണ്ടോ കേൾക്കണേ. ഇവിടെ ഭയങ്കര കാർട്ടൂൺ കാണലാണ് കേട്ടോ. അങ്ങനെ ഇതാ നാത്തൂനും ഹസ്ബൻഡൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവരങ്ങനെ ടാറ്റ ബൈ ബൈ സീ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ യാത്രയാക്കാണ് കേട്ടോ ഗൈസ്. ഇപ്പം നമ്മുടെ ഇന്നത്തെ വെള്ളിയാഴ്ച ഇങ്ങനെയാണ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ആകുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് ഇൻട്രോ പറയുമ്പോൾ ഉണ്ടല്ലോ എന്നോട് പുറത്തുനിന്ന് ഭയങ്കര സംസാരമാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കുണ്ടല്ലോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ.